ക്രൈസ്തലോൺ ക്രൈസ്തലോൺ ക്രൈസ്തലോൺ. വീഞ്ഞെന്നൊരു വിഷയം നമ്മൾ ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായിരുന്ന ദാവീദിൻ്റെ മകനായിരുന്ന സലോമൻ്റെ സുഭാഷിതങ്ങൾ. വീഞ്ഞ് വീഞ്ഞ് പരിഹാസിയാണ്. സദൃശവാക്യം 20:1 വീഞ്ഞ് പരിഹസിക്കുന്നു. കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കരുത്. ജ്ഞാനിയായ സലോമൻ പറയാണ്, അത് നോക്കരുത്. അവസാനം നിന്നെ സർപ്പം പോലെ കടിക്കും. മദ്യം അന്വേഷിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. കാരണം മദ്യം കഴിച്ചാൽ ദുർനടപ്പുണ്ടാകുമെന്ന് ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിൻ്റെ മകനായ സലോമൻ പറയുകയാണ്. നഹൂം പ്രവാചകൻ പറയുന്നത് തീക്കിരയാകും മദ്യം കുടിച്ച്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വീഞ്ഞ് ഒരു കാരണവശാലും കുടിക്കരുത് ശിംശോനോട് പറയുകയാണ്. രാജാക്കന്മാർക്ക് കൊള്ളരുതാത്തതാണ് വീഞ്ഞ് കുടി. സാമ്രാജ്യങ്ങൾ പലതും തകർന്നു പോയതിൻ്റെ പിറകിലുള്ള സത്യം അവർ വീഞ്ഞു കുടിച്ച് മദ്യരായിട്ടാണ്. വീഞ്ഞും മദ്യവും കുടിക്കരുത്. അത് നശിവതക്കാരൻ ഒട്ടും കുടിക്കരുത്. ദീർഘായുസ്സോടെ ഇരുപ്പാൻ മദ്യവും വീഞ്ഞും ഒന്നും നിങ്ങൾ കഴിക്കരുത്. കുടിക്കാതെ ഇരിക്കുന്നത് നല്ലതാണെന്ന് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതിയ പൗലോസ് പറയുകയാണ്. റോമാ ലേഖനത്തിലൂടെ കുടിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നോക്കുക, ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ പതനം രാജാവിൻ്റെയും തൻ്റെ മഹത്തുക്കളുടെയും ഭാര്യമാരുടെയും വെപ്പാട്ടികളുടെയും തലതിരിഞ്ഞ മദ്യപാനം മൂലമായിരുന്നു. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യ മുറിവുകൾ, ആർക്ക് കൺചുമപ്പ്. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുന്നവൻ പോകുന്നവർക്കും തന്നെ. വീഞ്ഞ ചുമന്ന പാത്രത്തിൽ തിളങ്ങുന്ന രസമായി ഇറക്കുന്നതിന് നോക്കരുത്. ഒടുക്കം അത് നിന്നെ സർപ്പം പോലെ കടിക്കും, അണലി പോലെ കുത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ സഹിക്കുന്നവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയുമാണ്. അവൻ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അവരെന്നെ തല്ലി, ഞാനത് അറിഞ്ഞില്ല. ഞാൻ എപ്പോൾ ഉണരും, ഞാൻ ഇനിയും അത് തന്നെ നേടും എന്ന് നീ പറയും. അതുകൊണ്ട് നിനക്ക് വീഞ്ഞ് കൊള്ളില്ല, മദ്യം കൊള്ളില്ല, മദ്യം കുടിക്കരുത്. മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. അതുകൊണ്ട് നീ മാനസാന്തരപ്പെടണം.